IPC 1F ആറാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. ഓക്കെ ശരി. ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ള. ആരും എന്നെ അടുത്തേക്ക് വിളിക്കണ്ട. ഇത്ര രാവിലെ തന്നെ നിങ്ങളൊക്കെ എന്നെ അടുത്തേക്ക് വിളിക്കാൻ തുടങ്ങിയ ഇത്തിരി കഷ്ടമല്ലേ? ചിലർ ആര് വിളിച്ചെന്നാണോ? ചിലരിതാ ഇങ്ങ് വാ സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ ഈ ഇങ്ങ് വാന്ന് വിളിക്കുന്നവരുടെ തൊട്ടടുത്തിരുന്ന് ആന്ന് വാ വളക്കുന്നുണ്ട്. ഞാനെങ്ങാനും വന്നാൽ വിഴുങ്ങിക്കളയാന്ന വിചാരം. സോ അത്ര ബോറാകാൻ സാധ്യതയില്ലാത്തൊരു സബ്ജക്റ്റാണ്. നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ ജോലിയിൽ കഴിഞ്ഞില്ല. നമുക്ക് അത്തരത്തിലൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ടീം ഉണ്ടാകണം. ആ ടീം ഡേ ടു ഡേ ബേസിസിൽ ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഡിറ്റ് ചെയ്യണം. എവരി ഡേ സ്പെസിഫിക് ഏരിയസിൽ ഒരു ഓഡിറ്റ് നടത്തണം. അതിനകത്ത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫീസറും ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സും അറ്റ്ലീസ്റ്റ് ആ ടീമിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ടീം എവരി ഡേ, നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ സൈസൊക്കെ അനുസരിച്ച് അങ്ങനെ ഒന്നിൽ കൂടുതലോ ടീമുകളെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിനെ കൂട്ടാം. അത്തരത്തിൽ നമുക്കൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതിന് ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ടീം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകണം. ആ ടീമിൻ്റെ കാര്യങ്ങളെ നമ്മൾ ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ട് അവരെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവണം. അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റിയും സ്കോപ്പും ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സൈസ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ സൈസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ടീമിൻ്റെ സൈസ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ IPC 1F ഉറങ്ങുന്നവർക്കൊക്കെ കുറച്ച് ചായ അവരിയ്ക്കുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്താൽ രാവിലെ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം. ഇന്നൊരു ദിവസം മുഴുവൻ നമ്മൾ എന്താണ്, നമുക്കൊരു ടീമുണ്ട് ഇവിടെ. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ ടീമല്ല, ഉറക്കം പ്രിവെൻഷൻ ടീമുണ്ട്. അവർ നിങ്ങളുടെ ഉറക്കത്തെയോ ക്ഷീണത്തെയോ യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണത്തെയോ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. സോ IPC 1F says that the organization has an infection prevention and control team which coordinates the implementation of all infection prevention and control activities. അപ്പോൾ നമ്മുടെ ഈ ടീം നിങ്ങളുടെ ഈ ബോറിംഗ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്നാക്സ് ആൻഡ് ടീസിന് ടൈം ആയില്ലെങ്കിൽ പോലും അവരുടെ കയ്യിൽ കുറച്ച് റിസർവ് ഉള്ളത് അതാത് സ്ഥലത്ത് എത്തിക്കും. IPC 1F കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമുക്ക് ടീം നമ്മളുടെ ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ച് മിനിമം അതിനകത്ത് ആരൊക്കെ ഉണ്ടാവണം? ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫീസറോ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നേഴ്സോ ഒക്കെ അതിനകത്ത് ഉണ്ടാവണം. അതിൻ്റെ വലിപ്പം എങ്ങനെ കൂട്ടണമെന്ന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സൈസ് അനുസരിച്ച്, നമ്മുടെ ഹോസ്പിറ്റൽ അറിയാലോ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. സോ അതനുസരിച്ച് ബാക്കിയിരിക്കുന്നവരുടെ ഹോസ്പിറ്റലുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ഈ ഒരു ടീം ഓർക്കണേ, കമ്മിറ്റിയല്ല, ആ കമ്മിറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ഇറ്റ് ഷാൾ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ഓൺ എ ഡേ ടു ഡേ ബേസിസ്. നമുക്ക് ആ ഡേ ടു ഡേ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുക്കുന്നതിനൊരു ടീം അതുണ്ടാവുന്നതാണ് IPC 1F.